ഭ ഭ. എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പടത്തിനെ പറ്റിയായിരിക്കും. ദിലീപിൻ്റെ ഈ പടം എങ്ങനെയാണ് വിജയിക്കുമോ, പലരും ബോയ്ക്കോട്ടും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കെതിരായിട്ട് നടക്കുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ വിരോധന കാര്യമുള്ളതോ ഉള്ളവർ പറയും തെറ്റ് ചെയ്താൽ തെറ്റ്, ശരിയെങ്കിൽ ശരി. അപ്പോൾ ഞാൻ ഈ പടം കണ്ടു. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഓർക്കണ്ട. പടം വലിയ കുഴപ്പമൊന്നുമില്ല. മാഡ്നെസ്, ലോജിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഭ്രാന്ത് ചില സമയത്ത് സ്വാഭാവികമായിട്ട് പിടിക്കാം. ലോജിക്ക് പല പടങ്ങൾക്കും ഇല്ല. അതുപോലെ തന്നെ ഈ പടത്തിന് ഒട്ടുമില്ല. അത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഈ പടം കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചില പടങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചും യാദൃശ്യം ഇതുപോലത്തെ ഒരുപാട് പടങ്ങൾ നമ്മൾ തമിഴിലൊക്കെ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പറയാനില്ല, അതിലൊക്കെ കിടക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് എക്സ്പെഷ്യലി പറയേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് കറക്റ്റ് ദിലീപ് ചില കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ടത് ലാലേട്ടനാണ്. ലാലേട്ടൻ എന്ന മഹാസ്ഥാനത്തിന് അവിടെ കൊണ്ട് വച്ചേക്കണത്. ഈ പടത്തിന് എന്തിന് പറ്റിക്കഴിഞ്ഞാൽ ലാലേട്ടൻ കരകയറ്റും എന്നുള്ള വിശ്വാസത്തിലാണോ? കാര്യം അദ്ദേഹം ആ മുണ്ടും അടുക്കുന്നതും അല്ലെങ്കിൽ ഡയലോഗും ഡാൻസും അത് കാണുമ്പോൾ നമ്മുടെ ആ രോമാഞ്ചം ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ ദിലീപ് ശരി കണ്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നുമില്ല. സെക്കൻഡ് ഹാഫൊക്കെ എൻ്റെ ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞാൽ ലാഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം അത് ഫാസ്റ്റായിട്ട് ലോജിക്കില്ലാണ്ടാണ് പടം പോകുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നടക്കുന്ന സംഭവം നമ്മുടെ ബോയ്ക്കോട്ടും കാര്യങ്ങളും ദിലീപിൻ്റെ ചില സംഭവങ്ങളായിട്ട് ഇപ്പം നടന്ന സംഭവങ്ങളായിട്ട് ഇൻഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്ന ഡയലോഗും കാര്യങ്ങളും വരുന്നുണ്ട്. പഴത്തൊലി, ഞാൻ പറയുന്നില്ല, പടം കാണുന്നവർക്ക് മനസ്സിലുണ്ടാണ് പഴത്തൊലി. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡയലോഗായിട്ട് അതിജീവിതയും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവസാനം മാറ്റിയതാണോ അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ ഉണ്ടാക്കിയതാണോ? പുള്ളി അന്ന് കോടതി വിധിയെ കഴിഞ്ഞിറങ്ങിയപ്പോഴും പല സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ക്രിയേറ്റർ ആണോ, നേരത്തെ പ്രതീക്ഷ ആണെന്നോ വിധി പ്രതീക്ഷ ആണെന്നോ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി വലിയ ബോറടിപ്പിക്കാണ്ട് ഇതിൻ്റെ തിരക്കഥാർത്ഥികളായ നൂറിൻ ഷെരീഫ് അല്ലേ, പിന്നെ ഭാര്യയും ഭർത്താവും, ഏതായാലും അവർ തരക്കേടില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏതായാലും ഇത് ഗുണകരമാവും ഇതിൻ്റെ തിരക്കഥയും കാര്യങ്ങളും. പിന്നെ പൈസ വാരിക്കോരി എറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗോപാലൻ ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ കാണാനുണ്ട് നല്ല കളർഫുള്ളായ പടങ്ങൾ. ഒരുപാട് പറയാനൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് എക്സ്പെഷ്യലി രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഇതിൻ്റെ അകത്ത് ബൈജു ചെയ്ത വേഷം നല്ല ഒരു വെറൈറ്റി, കാണാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വേഷമാണ്. ഞാനധികം റിവീൽ ചെയ്യാത്ത തന്നെ ഈ പടത്തിൻ്റെ സ്പോയിലായി കളയണമെന്നുള്ള രീതിയിലാണ്. പിന്നെ നമ്മുടെ വിനീത് ആ ചെയ്ത വേഷം, വിനീതിൻ്റെ ഒരു ലുക്ക് അല്ലെങ്കിൽ ദിലീപിൻ്റെ ചില ഇതായിട്ട് അങ്ങനെ ചേരാത്ത പോലെ എനിക്ക് തോന്നി. ദിലീപിന് ഒട്ടും ആപ്റ്റല്ലാത്ത പോലെ തോന്നി. അങ്ങനെ ഇടുക്കി ചേരാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ആകെ മൊത്തം ടോട്ടൽ പറയുവാണെങ്കിൽ പടം 1 ടൈം വാച്ചബിളാണ്. ഒരു പ്രാവശ്യം കാണാറുണ്ട്. ദിലീപിന് ആ ബോയ്ക്കോട്ടും പ്രശ്നങ്ങളൊന്നും കരകയറ്റാൻ ഈ പടം സഹായിക്കും. കാര്യം അത്രമൊന്നും ഫ്ലോപ്പായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കയറി കണ്ട് ആ ഒച്ചപ്പാടും വേളം കണ്ട് നമ്മുടെ പ്രാന്തും അല്ലെങ്കിൽ ലോജിക്കില്ലാതെ കണ്ട് ഇറങ്ങി വന്ന് അത് കാണും. അപ്പുറത്താണ് വിട്ടത്. അതിന് അപ്പുറത്തേക്കൊന്നും ഓർക്കാനെ പറ്റി പറയാനൊന്നുമില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കോടിയൊക്കെ ഇവരിനെ ആക്കിയെങ്കിലേ ഉള്ളൂ. പക്ഷേ പടം 1 ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. വേറൊന്നും പറയാനില്ല.